കൂട്ടുകാരെ, ഒരു കുട്ടി കഥ കേട്ടാലോ? കഥയുടെ പേര് അളന്നു നൽകിയില്ലെങ്കിൽ. ഒരു നഗരത്തിൽ ഒരു ഉദ്യോഗസ്ഥനും ഒരു തീപ്പെട്ടി കച്ചവടക്കാരനും താമസിച്ചിരുന്നു. ജോലി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് നടന്നാണ് എന്നും ആ ഉദ്യോഗസ്ഥൻ പോകുന്നത്. വഴിയരികിൽ തീപ്പെട്ടി കച്ചവടക്കാരനെ എന്നും കാണും. പുക വലിക്കാത്തതുകൊണ്ട് തീപ്പെട്ടിയുടെ ഉപയോഗമില്ലെങ്കിലും അതിന്റെ വിലയായ 1 രൂപ എന്നും ഉദ്യോഗസ്ഥൻ ആ കച്ചവടക്കാരന് നൽകുമായിരുന്നു. 1 വർഷത്തോളം ആ ശീലം തുടർന്നു. ഒരു ദിവസം പതിവ് പോലെ 1 രൂപ കൊടുത്തിട്ട് നീങ്ങിയ ഉദ്യോഗസ്ഥനോട് കച്ചവടക്കാരൻ ദേഷ്യപ്പെട്ടു. തീപ്പെട്ടിയുടെ വില 1.5 രൂപയായത് നിങ്ങൾ അറിഞ്ഞില്ലേ? കൂട്ടുകാരെ, എന്തിനായിരിക്കാം ആ തീപ്പെട്ടി കച്ചവടക്കാരൻ ഉദ്യോഗസ്ഥനോട് ദേഷ്യപ്പെട്ടത്? എന്താണെന്നറിയാമോ? അളന്നു തൂക്കി വേണം നൽകാൻ. സൗജന്യമായി ലഭിക്കുന്നവയ്ക്കെല്ലാം കുറഞ്ഞ ആദരവേ ലഭിക്കൂ. അത് സ്വീകരിക്കുന്നവർ തങ്ങളുടെ അവകാശമായി അത് തെറ്റിദ്ധരിക്കും. നൽകുന്നവരുടെ കടമയായി അതിനെ വ്യാഖ്യാനിക്കും. ഒരിക്കൽ മുടങ്ങിയാൽ അതുവരെ ലഭിച്ചതിനുള്ള കൃതജ്ഞതയൊന്നും പ്രകടിപ്പിക്കാതെ വാങ്ങുന്നവർ പ്രതിഷേധിക്കും. ആർക്കും ഒന്നും സൗജന്യമായി നൽകരുത്. നൽകുന്നവന്റെ വില നശിക്കുകയും സ്വീകരിക്കുന്നവന്റെ വില ഇടിയുകയും ചെയ്യും. ആർക്കെന്ത് സൗജന്യമായി നൽകുമ്പോഴും അവിടെ വാങ്ങുന്നവന്റെ ആത്മാഭിമാനത്തിന്റെ വില ഇടിയുന്നുണ്ട്. ഒന്നും പകരം നൽകാൻ ശേഷിയില്ലാത്തവരായി ആരും ഉണ്ടാകില്ല. ഉള്ളതെന്തെങ്കിലും സ്വീകരിച്ച ശേഷം അധിക വില നൽകിയാലും അവിടെ വ്യക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. മറ്റൊരാളുടെ ഔദാര്യത്തിലല്ല ജീവിക്കുന്നതെന്ന ബോധ്യം ഒരാളിൽ സൃഷ്ടിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ആരെയും ആശ്രയിക്കാതെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. താങ്ക് യു.